പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോകണം. അതായത് മോന് പെണ്ണുങ്ങൾ എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല. അവസാനം ഇത് രണ്ടാകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പേരേക്ക് ചർച്ചക്ക് പോയി. ഇനി ഇത് എങ്ങനെയായാലും ഒന്നായിട്ട് പോകില്ല, അത് ഒഴിവാക്കി തന്നാളി എന്നാ പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണ് പുതിയ ട്രെൻഡ്, ഒഴിവാക്കി തന്നാളി. അന്നെങ്കിൽ പറയും ഒഴിവാക്കി തന്നാളി. ഒരു ചെറിയ വരുമാനം, ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇനിയിപ്പോ ആരും ആവശ്യമല്ല, അത് ഒഴിവാക്കി തന്നാണ്. അപ്പൊ മുമ്പ് ഒഴിവാക്കാൻ വേണ്ടി പേരേക്ക് പോയത്, പെണ്ണുങ്ങളെ പേരേക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി. മുമ്പ് വലിയ വണ്ടി ഉണ്ട്, 2.5 കോടിന്റെ കാറിൽ വരികയാണ് സാധു, ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയുണ്ട്. അപ്പൊ അങ്ങാടിയോടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചികളെ കെട്ടിപ്പിടിച്ച് കിടക്കണം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. എന്താ ഒരു പെരയില്ല, മഴ അങ്ങനെ പെയ്യ, എന്ത് സുഖത്തിലാ പോലെ കിടക്കണം. ഇവിടെ കോടിക്കണക്കിന് റുപ്യേന്റെ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ആക്കി വരികയാണ്. ഇതൊക്കെ നമ്മളെ തോന്നലാണ്. അതുണ്ടാവും. സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കായികൊണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല. അത് പടച്ചോൺ തിരന്നെ വേണം. അത് പടച്ചോൺ തിരന്നെ വേണം. അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ അല്ല. നമ്മളടുത്ത് പൈസ ഉണ്ടോന്നോ, നമുക്ക് പെരണ്ടോന്നോ, നമുക്ക് കാറുണ്ടോന്നോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നോ ഇല്ലേന്നൊന്നുമല്ല. അത് അള്ളാന്റെ വലിയൊരു ഔദാര്യാണ്. അത് കിട്ടണമെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടി കിട്ടിയാൽ സമാധാനം കിട്ടും, സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കിട്ടുമ്പോ മനസ്സിലാവും. അതങ്ങനെയാണ്. അത് കിട്ടാതെങ്ങനെ നിൽക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാ ശരിയാവും, കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത്. അപ്പോ അതിന് കുറെ വൈകിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹു റസൂല് എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പടച്ചോനാണ്. ഇതിന്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്ത് പടച്ചോനാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കും എന്നറിയണ പടച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത്. അതുകൊണ്ട് ഒരു സ്വർണത്തിന്റെ മല കിട്ടിയാൽ ആദമിന്റെ മകൻ ചോദിക്കുക അടുത്ത മല ഉടേണെന്നാണ്. അടുത്ത മല ഉടേന്നാ ചോദിക്കുക. മണ്ണുകൊണ്ടല്ലാതെ ഓന്റെ തൊള്ള നറിയില്ല എന്നാണ്. നറിയില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ സമാധാനം കിട്ടും.